ഹായ്, ഇന്ന് രാവിലെ ആമസോണിൽ നിന്ന് വിവോ V60 ഫോൺ വന്നിട്ടുണ്ട്. അപ്പം എനിക്കൊരു പുതിയ ഫോൺ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് തന്നതാണ്. എൻ്റെ ഫോണിന് തൽക്കാലം പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഉടനെ പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിൻ്റെ താഴത്തെ പച്ച വരയൊക്കെ വന്നു തുടങ്ങി, മിക്കവാറും സ്ക്രീൻ മൊത്തം അതായി എൻ്റെ ഫോൺ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഫോൺ ഒരു 5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഫോണാണ്. അപ്പം ആമസോണിൽ ബിഗ് ബില്യൺ സെയിൽ വന്നപ്പോഴേക്കും ഹസ്ബൻഡ് സജഷൻ ആയിരുന്നു ഒരു ഫോൺ വാങ്ങിക്ക്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ 5 വർഷമായതുകൊണ്ട് എപ്പോൾ വേണേലും പോകാം. അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഇത്ര ഓഫറൊന്നും കിട്ടത്തില്ല, എന്നാൽ ഇപ്പോൾ വാങ്ങിച്ചേക്കാമെന്ന് പറഞ്ഞ് വാങ്ങിയ ഫോണാണ് വിവോ V60 എന്ന് പറയുന്ന ഫോൺ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് അല്ല. എന്താണെന്ന് വെച്ചാൽ ഞാനൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഈ ഫോൺ വാങ്ങാനായിട്ട്. ആസ് എ പേഴ്സൺ ഞാൻ എപ്പോഴും ഒരു സാധനം വാങ്ങിക്കുമ്പം ഞാൻ നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ വാങ്ങിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ശീലം. പക്ഷേ പെട്ടെന്ന് ഫോണിന് ഇങ്ങനെ അപാകതകളൊക്കെ വന്നപ്പോഴേക്കും പുള്ളിയുടെ സജഷൻ എടുത്ത് അങ്ങ് വാങ്ങിച്ചേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ V60 എന്ന് പറയുന്ന ഫോണാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ കുഞ്ഞു മോളുണ്ടായപ്പോൾ തൊട്ട് കുഞ്ഞിൻ്റെ എല്ലാ ഫോട്ടോസും ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി അത്യാവശ്യമേ ഉള്ളൂ, എങ്കിലും ഞാൻ വിചാരിച്ചൊരു നല്ല അപ്ഡേഷൻ ചെയ്യുവാണെങ്കിൽ കുഞ്ഞിൻ്റെ നല്ല ഫോട്ടോസ് കിട്ടുമല്ലോ. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് ആണ് ശരിക്കും ഈ ഫോൺ വാങ്ങാൻ തന്നെ ഞാൻ സമ്മതിച്ചത്. അപ്പോൾ അങ്ങനെ വന്നൊരു ഫോണാണ്. രാവിലെ ആമസോണിൽ നിന്ന് വന്നപ്പോഴേക്കും ഞാനെന്നാൽ ആ മൊമെൻ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തേക്കാമെന്ന് ഓർത്തു. അതാണ് ഞാൻ ഒന്നും റെഡി ആയിട്ടും കൂടെ ഇല്ല. ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു മെമ്മറിയിലേക്ക് വെക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് ഫോൺ, ഇങ്ങനെ കവറിലാണ് വരുന്നത്, വിവോ V60 എന്നും പറഞ്ഞിട്ട്. ലെറ്റ് മീ സീ. പണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ, നമ്മളിങ്ങനെ ഫോണൊക്കെ വരുമ്പോഴേക്കേ നമ്മൾ ഓടി വന്ന് തുറന്നിട്ട് അത് നമ്മൾ കുറേ മണിക്കൂറോളം ഇങ്ങനെ എന്താ പറയുക ചാർജിലിടണം. 8 hours എങ്ങാനും ചാർജിലിട്ടാലാണ് പണ്ടൊക്കെ ഫോൺ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഫോണിന് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ നിൽക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ഫോൺ തൊട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അങ്ങനെ കണ്ടിന്യൂസ് ചാർജ് ചെയ്യണമെന്നൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് 8 മണിക്കൂർ കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് ഫോൺ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയുണ്ടോ, ഇങ്ങനെയാണ് ഫോൺ വരുന്നത്. ലൈക്ക് ഇങ്ങനെ ഒരു കവർ ഉണ്ടാകും അതിൻ്റെ അകത്ത്. യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് ലൈക്ക് ദിസ് ആൻഡ് ദിസ് ഈസ് ദ ഫോൺ. വെരി തിന്നാണ്, നല്ല ഫോണാണ്. ഓപ്പൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഇതാണ് എൻ്റെ പുതിയ ഫോൺ, വിവോ V60യുടെ ഫോൺ. ആഷ് കളറാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇന്നലെ രാത്രി ഓർഡർ ചെയ്തിരുന്ന് രാവിലെ വന്നു. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ആഫ്രിക്കയിൽ ഓൺ സൈറ്റ് പോയിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സിം ഇട്ട് OTP ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഫോൺ ബുക്ക് ചെയ്ത് തന്നത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഹസ്ബൻഡ് ഞാൻ കുറച്ചിട്ട് വലിപ്പിച്ചായിരുന്നു. ബിക്കോസ് സിം എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാൻ നമ്പർ പറയാതെ ആൾക്ക് എന്തായാലും ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് ഫോൺ വേണമെന്നില്ലായിരുന്നു. ബിക്കോസ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഫോൺ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഉടനെ പ്രശ്നം ഉണ്ടാകും. ബിക്കോസ് മെമ്മറിയൊക്കെ ഫുള്ളായിട്ട് ഒട്ടും സ്ഥലമില്ലാതെയാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പം നല്ലൊരു ഫോൺ എന്തായാലും വേണം, അപ്ഡേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ വേണ്ടല്ലോ, അടുത്ത ഓഫറിലേക്ക് വലിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല, എന്നെക്കൊണ്ട് വാങ്ങിപ്പിച്ചെന്നല്ല, ആള് വാങ്ങിത്തന്നു. അതാണ് കറക്റ്റ്. സ്വിച്ച് ഓൺ ചെയ്യുവാണ്, ഓൺ ആവുന്നുണ്ട്. അപ്പം വിവോ 5G എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരും. ഫോൺ ഓണായി വരുന്ന സമയത്ത് കുറച്ച് എക്സൈറ്റ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ക്യാമറ ക്ലാരിറ്റി കാണാനായിട്ട് എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാനും ഹസ്ബൻഡ് കുറേ നിർബന്ധിച്ചപ്പോൾ ഞാനും വിചാരിച്ച് മോള് കുഞ്ഞാണ്, 3 മാസമേ ഉള്ളൂ. അപ്പം ആളുടെ എല്ലാ ഫോട്ടോസും നമുക്ക് എടുക്കാമല്ലോ, നല്ല ക്ലാരിറ്റിയിൽ കിട്ടും എന്ന് പറഞ്ഞു ഈ ഫോണിൽ. അപ്പോൾ ഐ തോട്ട് ഇറ്റ് വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കണോട്ടോ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോണാണ്. ഐ തിങ്ക് അവിടെ ജനലിൻ്റെ കടിക്കുന്നുണ്ടല്ലേ. ലൈക്ക് ഇങ്ങനെയാണ് നമുക്ക് ഫോൺ കിട്ടുന്നത് കേട്ടോ. നോക്കട്ടെ, ക്യാമറ ക്ലാരിറ്റി ആദ്യം നോക്കട്ടെ, അതാണ് ഞാൻ എക്സൈറ്റഡ്. ഓ അടിപൊളി, നല്ല ക്ലാരിറ്റി ക്യാമറ. എൻ്റെ സെൽഫി തന്നെ ആദ്യം എടുത്താലോ.
നാച്ചുറൽ എടുക്കാം. ഷോ യു. എൻ്റെ ഫോണിൽ മോളുടെ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷെ മോള് താഴെയാണ്. അപ്പം ഞാൻ എൻ്റെ തന്നെ ഇത് കണ്ടോ ഫോണിൽ ഷോ യു. നന്നായിട്ടില്ലേ? എന്നെ ഈ സ്ക്രീനിൽ കാണുന്നേക്കാളും കൊള്ളാമല്ലേ ഇതിൽ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ഫോണിൻ്റെ ഫോട്ടോ ക്ലാരിറ്റി. അങ്ങനെ ഞാൻ പുതിയ ഫോൺ അൺബോക്സ് ചെയ്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പുതിയ ഫോൺ കിട്ടിയ ആളുടെ അവസ്ഥയാണ് എനിക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു നല്ല ഫോൺ കിട്ടി. അപ്പം അജിത്തെ താങ്ക് യു സോ മച്ച്. ഇതിന് ഞാനൊട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെ ഫോൺ ഇപ്പോൾ വാങ്ങിക്കാൻ. ഞാൻ റെഡിയും അല്ലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് യുവർ പുഷ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഫോൺ വാങ്ങിച്ചത്. പിന്നെ ഒരു ഉപകാരം വെച്ചാൽ 5 വർഷത്തേക്ക് ഉള്ളതാണല്ലോ. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ 5 വർഷം ഉപയോഗിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം 5 വർഷം ഉപയോഗിക്കണമെന്നാണ്. അപ്പം ലോങ് ടേമിലാണെന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനിക്കുന്നു. ആൻഡ് കുഞ്ഞിൻ്റെ നല്ല ഫോട്ടോസ് ചെറുതിലെ തൊട്ട് കിട്ടട്ടെ, അവൾക്ക് വലുതാകുമ്പോൾ കാണാൻ പറ്റട്ടെ. നമ്മളെപ്പോലെ അധികം ഫോട്ടോസൊന്നും ഇല്ലാതെ അവൾ വിഷമിക്കണ്ട. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.